ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയപ്പെടുന്നത് എങ്ങനെയാണ് ഫേമസ് ആകാൻ പറ്റുക എന്നതിനെ കുറിച്ച് നിരന്തര റിസർച്ച് നടത്തുക എന്നതാണ് നമ്പർ 1. നിങ്ങൾ നിങ്ങളെ ഡിസ്കവർ ചെയ്യുക. നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ 10 ആളുകൾ ഇരിക്കുമ്പോൾ 10 ആളുകളെയും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് പുതുമയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നമ്പർ 1. രണ്ടാമത്തേത് ആ പുതുമയെ പരമാവധി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ മുന്നിൽ എപ്പോഴും അത് പ്രൊജക്ട് ചെയ്യാൻ പറ്റുക. ഒരു നല്ല ഫുഡ് വെക്കുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് യൂട്യൂബിനകത്ത് അത് പ്രചരിപ്പിക്കുന്ന പ്രോസസ്സ്. പിന്നെ നമ്മൾ ബ്രാൻഡായിട്ട് മാറും. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഉള്ള കഴിവിനെ 4 ആൾ കാണുകയെ പ്രചരിപ്പിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ പ്രയത്നിക്കുക എന്നുള്ളതാണ്. ഫോർത്ത് വൺ, അങ്ങനെ നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ ആ റീച്ചിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ എത്ര പ്രായം 80 ആയിട്ടില്ലല്ലോ, 78 ആണെന്ന് തോന്നുന്നു അല്ലേ? 72 പോയി. ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനമാണ്. ഈ ഷൂ കണ്ടത്, ഈ ഷൂ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് പറഞ്ഞിരുന്ന സാധനം അല്ലേ? ഷൂ ക്ലബ് എന്ന് പറയുന്ന 13,500 രൂപ വിലയുള്ള ഒരു ഷൂ. ഈ ഷൂ ഓസ്ലോ എന്ന് പറയുന്ന ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ വന്നപ്പോ മമ്മൂട്ടിക്കുള്ള ആവശ്യമില്ല. കാരണം കാതൽ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം അത് ടോപ്പ് ലെവലിൽ എത്തിച്ച സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യപ്പെടുന്നത്, ഈ വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡിൽ ഒരു വൈബ്രൻസി കീപ്പ് ചെയ്തു. അദ്ദേഹം ഇട്ട ഡ്രസ് കോഡിനകത്ത് ഒരു പച്ച ഷൂ, യുവാക്കൾ സെലക്ട് ചെയ്യുന്ന ഒരു ഷൂ അദ്ദേഹം എടുത്തു. സിനിമയുടെ ചർച്ച മുഴുവൻ പിന്നീട് മമ്മൂട്ടി ഇട്ട പച്ച ഷൂവിന്റെ ചർച്ചയിലേക്ക് പോയി മാറും. അത് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നടൻ, ഇത്ര കരിയറുള്ള ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ പറയാണ് അടുത്ത് ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ ഏത് റോള് വരുമ്പോഴും ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്, യുവാക്കളെ പോലും കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡിങ് പ്രോസസ്സിന്റെ പേരാണ് മമ്മൂട്ടി. ദുൽഖർ പോലും ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട കോമേഴ്സുകാരെ, നിങ്ങളുടെ അസോസിയേഷൻ ഒരു പ്രോഗ്രാമിൽ വന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏക കാര്യം എന്ന് പറയപ്പെടുന്നത്, നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയുള്ള ഏറ്റവും വലിയ ചോയ്സ് ആണ് യുവർ സോഷ്യൽ മീഡിയാസ്. സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതി എങ്ങനെയാണ് നമ്മുടെ ബ്രാൻഡാക്കി മാറ്റാൻ പറ്റുക? നിങ്ങളിവിടെ കൊമേഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ അധ്യാപകരുടെ രജിസ്റ്ററിലല്ല ഉണ്ടാവേണ്ടത്. നിങ്ങൾ കൊമേഴ്സിൽ കപ്പാസിറ്റി ഉള്ള ഒരു ഡിഗ്രി ഉള്ളവരാണെന്ന് നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയുന്ന ഒരു പ്രോസസ് അല്ല വേണ്ടത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപ്പുറത്ത് ഒരു കോമ്പറ്റൻസി ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ബ്രാൻഡായിട്ട് മാറുക. അരീക്കോട്, മഞ്ചേരി, കോഴിക്കോട് മേഖലകളിൽ ഒരു കൊമേഴ്സുകാരൻ തെരയുമ്പോൾ ആ കൊമേഴ്സുകാരന്റെ പേര് നിങ്ങളുടെ പേരിൽ വരുന്ന ബ്രാൻഡായിട്ട് മാറുക. അങ്ങനെ എനിക്കൊരു ബ്രാൻഡ് ആവാൻ പറ്റിയാൽ ആ ബ്രാൻഡ് പണമാക്കാൻ നിങ്ങൾക്ക് പറ്റും, അതിന് പൈസ പറയാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പണമാക്കാൻ പറ്റിയാൽ നിങ്ങൾ പറയുന്ന വ്യക്തിയെ നാളേക്ക് മരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ വ്യക്തിയായി ഐഡന്റിഫൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത് ക്രിക്കറ്റായി മാറുന്നവരാണ്. ലയണൽ മെസ്സി എന്ന് പറയുന്നത് ഫുട്ബോളായി മാറുന്ന പോലെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളും അവരുടെ ഏരിയകളിൽ ഫേമസ് ആകുന്നത്, നിലനിർത്തുന്നത് എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ ആൾക്കൂട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഉയർത്തിക്കാട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഏറ്റവും ലളിതമായ സ്ട്രാറ്റജിയുടെ പേരാണ് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. ഈ പണിയെടുക്കാണ്ട് യൂണിവേഴ്സിറ്റിയിലെ 1ാം റാങ്കുകാരനായിട്ട് വീട്ടിലിരുന്നാൽ ലോകത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെയും ഇന്റർവ്യൂവിനകത്തേക്ക് നിങ്ങൾ ശരിക്കപ്പെടില്ല. അപ്പോൾ നാട്ടിലെ ഏതെങ്കിലും ഒരു കടയിൽ അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫസ്റ്റ് റാങ്ക് നേടേണ്ടതുണ്ട് ഉണ്ടോ? ആ പണി പാരമ്പര്യമായിട്ട് നമ്മുടെ മുൻതലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സൂപ്പർവൈസർ ആവാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്ക് മേടിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ ആപ്പിളിന്റെയും ഗൂഗിളിന്റെയും ഒക്കെ CEO ലെവലിലേക്ക് ഉയർന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബ്രാൻഡിങ് പ്രോസസ്സ് നടത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ബ്രാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ
നിങ്ങൾ ചെയ്യുന്ന കോഴ്സും നിങ്ങൾ ചെയ്യുന്ന സ്ഥാപനവും നിങ്ങൾ ചെയ്യപ്പെടുന്ന ഈ എഫേർട്ടുകളുമെല്ലാം നാളെ മറ്റൊരു ലോകത്തെ, മറ്റൊരു സമൂഹത്തെ, മറ്റൊരു ജീവിതത്തിൽ ഇവിടെ മരിച്ചു പോയിട്ടല്ല, ഈ പറയപ്പെടുന്ന ഈ കരിക്കോടിന്റെ ഈ പ്രാന്തപ്രദേശത്ത് നിന്ന് ഉയർത്തി വെക്കാൻ പറ്റും. എന്താ ഇവിടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഒമ്പാട് കോളേജ് അല്ലേ? ഈ ചർച്ചയിൽ മൊത്തം കണ്ടത് ഒമ്പാട് കോളേജാണ്. എന്താ ബ്രാൻഡിങ്? ഇത്ര പെട്ടെന്ന് ബ്രാൻഡിങ് നടന്നത് അല്ലേ? ആരാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടത്? കോളേജുകൾ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞോ ഞാൻ ഒമ്പാട് കോളേജിൽ നിന്ന്. ഈ ബ്രാൻഡിങ് പ്രോസസ്സില് നിങ്ങളുടെ പേര് ഈ സ്ഥാപനത്തിന്റെ പേരായി മാറുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ നിൽക്കുന്ന ഒരു പൊസിഷനിൽ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയെന്ന പേരിലേക്ക് നിങ്ങൾ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് മാറാൻ, നിങ്ങൾ ഈ ക്യാമ്പസിന്റെ ഒരു വാക്കായിട്ട് ശബ്ദമായിട്ട് ഉയർന്നു പോകാൻ നിങ്ങൾ അസോസിയേഷൻ പ്രോഗ്രാമുകൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബ്രാൻഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒതുങ്ങിയിരിക്കേണ്ടതല്ല, തുടർന്നു പോവേണ്ട ഒരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് കൊമേഴ്സുകാരൻ നാളെയിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടെങ്കിൽ ആ ചെയ്യാനുള്ള പണിയുടെ പേരാണ് നിങ്ങൾ പിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ബ്രാൻഡ് ചെയ്യുക എന്നത്. ഈ ബ്രാൻഡിങ് പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരൊറ്റ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേരെന്താണെന്നറിയോ? Who will cry when you die എന്ന്. നീ മരിക്കുമ്പോൾ ആര് കരയുന്നു? മരിക്കുന്ന സമയത്ത് കരയാൻ ആരുണ്ട് എന്ന് ചിന്തിച്ചൊക്കെ നമ്മുടെ മുന്നിൽ റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഒരു ലൈഫ് കോച്ച് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അതേപോലെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, എൻ്റെ അച്ഛൻ എന്നോട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: മോനെ, നീ ജീവിക്കുന്നുണ്ടെങ്കിൽ, നീ ജനിക്കുന്ന സമയത്ത് നിന്നെ ജനിക്കുന്ന സമയത്ത് നീ കരഞ്ഞപ്പോൾ നിന്റെ അമ്മയടക്കം ഞങ്ങളെല്ലാം ചിരിച്ചു. കാരണം നീ ജനിച്ചത് കൊണ്ട് ഞങ്ങൾക്കുണ്ടായ സന്തോഷം കൊണ്ട് ഞങ്ങൾ ചിരിച്ചു. എന്നാൽ മോനെ, നീ മരിക്കുന്ന സമയത്ത്, നീ മരിച്ചു കഴിയുന്ന സമയത്ത് നീ ചിരിക്കുകയും ലോകം കരയുകയും ചെയ്യുന്ന ഒരു മകനായിട്ട് നീ മരിച്ചു പോകണമെന്നാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ബുക്കിന് ആ പേര് കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുന്ന സമയത്ത് മരിച്ചു വീഴുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാനുള്ളതെല്ലാം ചെയ്തു തീർക്കുന്ന പേരാണ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുക എന്നത്. നമ്മൾ മരിക്കുന്നതോടുകൂടെ ആ ഒരു ഗ്യാപ്പ് കൊണ്ട് മറ്റുള്ളവരുടെ സർവൈവ് ചെയ്യാൻ പറ്റാത്തതിന്റെ കരച്ചിലിന്റെ പേരാണ് പൂവിൽ കറി എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും കരയാണ്ടേ, നമ്മുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള അയൽവക്കത്തെ ചേച്ചിയും ചേട്ടനും കരയാണ്ടേ, നമ്മുടെ ഗ്രാമം കരയാണ്ടേ, നമ്മുടെ നാട് കരയാണ്ടേ, നമ്മുടെ രാജ്യം കരയാണ്ടേ, നമുക്ക് മരിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രാൻഡായിട്ട് മാറുക. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു മനുഷ്യൻ മിസൈൽ മാൻ ഓഫ് ദ ഇന്ത്യ എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് വന്നപ്പോ അദ്ദേഹം മരിച്ച സമയത്ത് പത്രങ്ങൾ കൊടുത്ത ടൈറ്റിൽ ഇത്രയേ ഉള്ളൂ. എന്താ ടൈറ്റിൽ? പ്രസിഡന്റ് കലാം സലാം. പ്രസിഡന്റ് കലാം സലാം എന്നൊരു മനുഷ്യനെ മരിച്ചപ്പോ ഒരു ലോകം കരയാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. സോ പ്രിയപ്പെട്ടവര്, നല്ലൊരു ബ്രാൻഡ് ആവാൻ ഈ ക്യാമ്പസിന്, ഈ കോളേജിന്, ഈ കോഴ്സിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. അത് നിങ്ങളുടെ യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഞങ്ങളുടെ എന്തുകൊണ്ടുള്ളത് ഈ ഒരു പ്രോഗ്രാമിന് നന്ദി പറയുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇവിടെ കൂടുതൽ ഒരുപാട് പേർക്കെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു നന്ദിയോട് കൂടി തീരാണ്. അതിന് മുമ്പെങ്കിലും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് നമ്മളോട് പറയാം. എന്തെങ്കിലും പറയാനുണ്ടാവും? ആരെങ്കിലും പറയുന്നുണ്ടാവും? അപ്പൊ നിങ്ങൾ കേട്ടോ ബ്രാൻഡിങ്ങിനെ കുറിച്ച്, എങ്ങനെയാണ് സെൽഫായിട്ടുള്ള ഒരു ബ്രാൻഡിങ് എന്നുള്ളത്. അപ്പൊ അതിലേക്ക് ഞാനൊരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ബ്രാൻഡ് ചെയ്യണം, നമ്മൾ സ്വയം ബ്രാൻഡ് ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ ബ്രാൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വരേണ്ടതാണ്. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ ചടക്കാതെ ഏറ്റവും മാക്സിമം ടൈം എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുക ആ സാധനത്തിലൂടെ
അതിൽ ബ്രാൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഇഷ്ടമില്ലാത്ത ഏരിയയിൽ പോയിട്ട് ബ്രാൻഡ് ഉണ്ടാക്കാൻ ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, നമ്മളെ ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജ് കളഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിക്കൊടുക്കുന്ന കാര്യമില്ല, അതല്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും കൂടുതൽ ചടക്കാതെ ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സൂപ്പർ ആയിട്ട് ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് അന്വേഷിച്ച് പോവാണ് ചെയ്തത്. എങ്ങനെയാണ് നമ്മൾ സെൽഫായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച്. നിങ്ങൾക്ക് ഈ ഡിഗ്രിയുടെ സമയത്ത് തന്നെ നമ്മൾ അസോസിയേഷൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയാം. ഇങ്ങനെ ഒരു അസോസിയേഷൻ ആണ് ഈ ഒരു പ്രോഗ്രാം ഫുള്ള് കേട്ടെടുക്കാനുള്ള കാരണം ഇതെനിക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പേരിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും സാറിന് നല്ലൊരു താങ്ക്സ് പറയാണ്. പിന്നെ ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ സാർ ഒരു ബ്രാൻഡാണ്, ഞാനൊരു ജാപസാനികയാണ്. ഓക്കെ, നമ്മുടെ അസോസിയേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ സാർ നമ്മളൊരു വലിയൊരു ബ്രാൻഡാണ്. അങ്ങനെ കുറച്ച് ബ്രാൻഡുകളുണ്ട്. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല. സാറിനും ഇങ്ങനെ അസോസിയേഷൻ ഇങ്ങനെ പ്രോഗ്രാം അസോസിയേഷന്റെ പേഴ്സണൽ ആയിട്ടുള്ള പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും സാറിന് നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാർത്തകൾ താങ്ക് യു.